അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. മുഹബ്ബീങ്ങളെ, റാഹത്തല്ലേ? അൽഹംദുലില്ലാ. കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവ് എന്ന മനോഹരമായ ആശയവുമായി വീണ്ടും നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. കൽബ് നിറച്ച് ദുആ ചെയ്യുന്നവർ, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവർ, ഇതിനുവേണ്ടി പരിശ്രമിക്കുന്നവർ, ദുആ ചെയ്യുന്നവർ, എല്ലാവർക്കും എല്ലാവിധ ഖൈറും ബറക്കത്തും അല്ലാഹു പ്രദാനിക്കുമാറാകട്ടെ. ജീവിതത്തിന്റെ സന്തോഷവും സമാധാനവും അല്ലാഹു നിലനിർത്തി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ. ഒരു പുതിയ വർഷത്തിലേക്ക് നാം കാലെടുത്ത് വെച്ചിരിക്കുകയാണ്. എല്ലാവർക്കും ഹിജ്റയുടെ ഒരു പുതുവത്സരാശംസകൾ നേരുകയാണ്. കുല്ലു ആമിൻ വഅൻതും ബിഖൈർ തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും അഅമാലി സ്വാലിഹാത്ത് എന്ന ആദ്യമായി നിങ്ങൾക്കൊരു പുതുവത്സര ആശംസകൾ നേരുകയാണ്. അള്ളാഹു ഈ ഒരു വർഷം അള്ളാഹുവിന് തൃപ്തിപ്പെട്ട് ജീവിച്ചു മരിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ. കുറഞ്ഞ സമയത്തിൽ കൂടുതൽ കാര്യങ്ങൾ എന്ന മനോഹരമായ ആശയത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു നിലനിൽക്കുക, അള്ളാഹു ഭാഗ്യം അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നമ്മൾ പഠിക്കുന്നത് അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല മുഹറമിന്റെ ആദ്യത്തെ 10 ദിനരാത്രങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ചില അത്ഭുതങ്ങളെ പറ്റിയാണ്. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരട്ടെ. പ്രിയമുള്ളവരെ, പരിശുദ്ധമായ ഒരു മുഹറമിന്റെ പുണ്യമാക്കപ്പെട്ട ദിനരാത്രങ്ങളിലൂടെ, നിമിഷങ്ങളിലൂടെ നമ്മൾ കടക്കുകയാണ്. ഇല്ലേ? ഒരുപാട് ആളുകൾ ഇന്നലെ ബിസ്മി എഴുതിയവരുണ്ട്, 360 ആയത്തുൽ കുർസി ഓതിയവരുണ്ട്. അത് ഓതാത്തവരും എഴുതാത്തവരും ഇന്ന് പകലിൽ അത് പൂർത്തിയാക്കണം. ഇന്ന് ആദ്യത്തെ പകലാണ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അതുകൊണ്ട് തന്നെ അള്ളാഹു ആദരിച്ച മാസമാണ് മുഹറം. അതിന്റെ കാരണം അള്ളാഹുവിന്റെ പേരിനോട് ചേർത്ത് പറഞ്ഞില്ലേ? നമ്മൾ പറയും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തിനാകെയുള്ള പ്രവാചകനാണ്. പക്ഷേ എല്ലാത്തിന്റെ പ്രവാചകനാകിൽ പോലും നമ്മൾ പലപ്പോഴും പറയും എന്റെ റസൂല്, എന്റെ ഹബീബ്, എന്റെ മുത്തുനബി എന്ന് പറയാൻ കാര്യം എന്താ? നമുക്ക് മുത്തുനബി അത്രമാത്രം ഇഷ്ടമുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പേര് ഷഹ്റുല്ലാഹ്, എന്റെ മാസം. അതിൽ നീ എന്ത് നന്മ ചെയ്താലും ഞാനാടോ പ്രതിഫലം തരിക, അതിലൊരു കുറവ് ഞാൻ വരുത്തൂല. അള്ളാഹു ആദരിച്ച മാസമാണ് പരിശുദ്ധമായ ഷഹ്റുല്ലാഹിൽ മുഹറം. അതുകൊണ്ട് തന്നെ കാലത്തോട് ചേർത്ത് പറയുമ്പോൾ ഇന്ന ഇദ്ദത്തു ശുഹൂരി ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അടുക്കൽ 12 മാസങ്ങളുണ്ട്. ഈ കാലത്തോട് ചേർത്ത് പറയുമ്പോൾ 12 മാസങ്ങളിൽ നാം കണക്ക് കൂട്ടുമ്പോൾ 10 അനുഗ്രഹങ്ങൾ, 10 നിഅമത്ത് അള്ളാഹു നമുക്ക് തന്നിട്ടുണ്ട്. മഹാരഥന്മാരാകുന്ന പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. കാലത്തോട് കണക്ക് നോക്കുമ്പോൾ 10 അനുഗ്രഹങ്ങൾ ഉമ്മത്ത് മുഹമ്മദിന് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? 1 റജബ്, റജബ് അള്ളാഹ് അനുഗ്രഹം. 2 ശഅബാൻ, 3 റമളാൻ, 4-മത്തത് ലൈലത്തുൽ ഖദർ, 5-മത്തത് ഈദുൽ ഫിത്ർ, 6-മത്തത് ദുൽഹിജ്ജ. 1 മുതൽ 10 ദിനരാത്രങ്ങൾ, ആദ്യത്തെ 10, 7-മത്തത് അറഫ, 8-മത്തത് ബലിപെരുന്നാൾ, 9-മത്തത് ജുമുഅ, 10-മത്തത് മുഹറം. 1 മുതൽ 10 വരെ എന്ന് പറയുമ്പോൾ അള്ളാഹിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു വൽ ഫജ്രി വലയാലിൽ അശ്ർ, 10 ദിനരാത്രങ്ങൾ. ഏതാണ് 10 ദിനരാത്രങ്ങൾ? പണ്ഡിതന്മാർക്കുള്ള അഭിപ്രായമുണ്ട്. പരിശുദ്ധമായ റമദാനിന്റെ അവസാനത്തെ 10 ആണെന്ന് ഒരു വിഭാഗം പണ്ഡിതന്മാർ. അല്ല, ദുൽഹിജ്ജയുടെ 1 മുതൽ 10 ആണെന്നൊരു അഭിപ്രായം. അതുമല്ല, മുഹറമിന്റെ 1 മുതൽ 10 വരെയാണ്. അത് പറഞ്ഞ പണ്ഡിതന്മാർ കാരണം പറഞ്ഞത് ഒരു ഹിജറ വർഷം ആരംഭിക്കുന്നത് പുതുവർഷം മുഹറം തുടക്കമാണ്. അതുകൊണ്ട് അതിന്റെ 10 ദിനരാത്രങ്ങളെ കൊണ്ടാണ് റബ്ബ് എണ്ണം പിടിച്ചത്, സത്യം ചെയ്ത് പറഞ്ഞത് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു. എന്ത് തന്നെയായാലും ആ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു ഇന്ന ഇദ്ദത്ത ശുഹൂരി ഇൻദല്ലാഹ്, റബ്ബിന്റെ അടുക്കൽ മാസങ്ങൾ 12 എണ്ണമാണ്. അതിൽ 4 എണ്ണം റബ്ബ് ആദരിച്ചു. അതിലൊരു മാസം ഈ മുഹറമാണ്. അതുകൊണ്ട് തന്നെ മുഹറമിന് വലിയ മഹത്വമുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, വേഗത്തിൽ ഞാൻ പറയാണ്, കുറഞ്ഞ സമയം നമ്മുടെ മുന്നിലുള്ളൂ. ഈ മുഹറമിന് അള്ളാഹ് കൊടുത്ത ഏറ്റവും വലിയ നേട്ടങ്ങൾ 5 എണ്ണമാണ്. 1, അള്ളാന്റെ മാസം തന്നെയാണ്. ഇല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞു മുഹറം ഷഹ്റുല്ലാഹിൽ മുഹറം, റബ്ബിന്റെ പേരിനോട് ചേർത്ത് പറഞ്ഞു, അള്ളാന്റെ പേരിനോട് ചേർത്ത് പറഞ്ഞ മാസമാണ്. റബീഉൽ അവ്വൽ മുത്തുനബി തങ്ങൾ ജനിച്ച മാസമാണ്. ആ മാസത്തിൽ പോലും അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല എന്റെ മാസം എന്ന് പറഞ്ഞിട്ടില്ല. പുണ്യങ്ങളുടെ വരദാനമായ റമളാൻ, ആ റമളാനെ പോലും അള്ളാഹ് എന്റെ മാസം എന്ന് പറഞ്ഞിട്ടില്ല. മുഹറമിൽ അള്ളാഹ് പറഞ്ഞു എന്റെ മാസം, ഞാൻ കൊടുത്തോളാം പ്രതിഫലം എന്ന് അള്ളാഹ് പറഞ്ഞു എന്ന് നബിയുനാ റസൂലുള്ളാഹി. 2-മത്തത് ഷഹ്റുൽ അംബിയ, അമ്പിയാക്കന്മാരുടെ മാസമാണ്. ഈ അമ്പിയാക്കന്മാരുടെ മാസം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രവാചകന്മാരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളുടെ മഹാത്ഭുതം തീർത്ത മുഹറത്തിന്റെ ചില ദിവസങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് വരും ദിവസങ്ങളിൽ നമുക്കത് പഠിക്കാനുണ്ട്. അമ്പിയാക്കന്മാരുടെ, പ്രവാചകന്മാരുടെ ജീവിതത്തിൽ വലിയ പരിവർത്തനങ്ങളുടെ പടപ്പാട്ട് പാടിയ, മാറ്റങ്ങളുടെ മാറ്റല് മുഴക്കിയ, ചരിത്രത്തിന്റെ ഇതിഹാസങ്ങളായി മാറിയ സംഭവങ്ങൾ നടന്നത് ഈ മുഹറമിലാണ്. അതുകൊണ്ട് തന്നെ ഷഹ്റുൽ അംബിയ. 3-മത്തത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഇന്ന ഇദ്ദത്ത ശുഹൂരി ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അടുക്കൽ 12 മാസം ഉണ്ട്. ആ 12 മാസങ്ങളിൽ ഒരു മാസം അത് മുഹറമാണ്. അതുകൊണ്ട് തന്നെ 3-മത്തെ നേട്ടം 12-ൽ 1-ആയ അർബഅത്തു ഹുറും, മഹത്വമുള്ള 4 മാസങ്ങൾ 1 അത് മുഹറമാണ്. 4-മത്തത് ഹിജ്റയുടെ സ്റ്റാർട്ടിംഗ് ആണ്. അല്ലെ? ഹിജിരി കലണ്ടർ നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ആരെങ്കിലും ഡേറ്റ് ഓഫ് ബർത്ത് വെച്ചപ്പോൾ എന്നോട് ആരെങ്കിലും ഉസ്താദെ നിങ്ങൾ ഡേറ്റ് ഓഫ് ബർത്ത് തന്നപ്പോൾ ഞാൻ പറയും 16/11/1992. ഞാൻ പറയാം, നമ്മൾ പോലും ഞാൻ പോലും ഹിജ്റ കലണ്ടർ ശ്രദ്ധിക്കാറില്ല. അല്ലെ? എന്റെ കാര്യം എനിക്ക് പറയാമല്ലോ.
നമ്മളെപ്പോഴും ഇംഗ്ലീഷ് കലണ്ടറാണ് അല്ലേ? അറബി കലണ്ടർ നമ്മൾ നോക്കാറില്ല. ഹൈന്ദവ സഹോദരങ്ങൾ അവർക്ക് അറബി നോക്കേണ്ട കാര്യമില്ല. അതുപോലെ ക്രൈസ്തവ സഹോദരങ്ങൾ അവർക്കും നോക്കേണ്ട കാര്യമില്ല. ഹിജിരി കലണ്ടർ നമ്മുടേതാണ്, നമ്മൾ നോക്കണ്ടേ? പരിശുദ്ധമായ 1447 ഹിജറ വർഷം കഴിഞ്ഞ് 1448 നമ്മൾ കാലെടുത്ത് വെച്ചിരിക്കുകയാണ്. നമ്മളിപ്പോൾ ആരെങ്കിലും അറബി കലണ്ടർ ചോദിച്ചാൽ ഇംഗ്ലീഷ് നേരെ ഗൂഗിളിലേക്ക് ഇടും, എന്നിട്ട് നേരെ ട്രാൻസ്ലേറ്റ് ചെയ്യും അറബിയിലേക്ക് എത്രയാണ്, അങ്ങനെ നോക്കാനേ അറിയുള്ളൂ ഇല്ലേ? അള്ളാഹു നമുക്കൊക്കെ അറബി കലണ്ടറുകളെ ഹിജറയെ നമ്മൾ സ്നേഹിക്കുക. അള്ളാഹു ഭാഗ്യം തരട്ടെ. ആ ഹിജറയുടെ ചരിത്രങ്ങളൊക്കെ വരും ദിവസം നമുക്ക് പറയാനുണ്ട്. അള്ളാഹു ഭാഗ്യം തരട്ടെ. 5-ാമത്തത് പുണ്യങ്ങൾ നിറഞ്ഞ മുഹറം 9ഉം 10ഉം ഈ മാസത്തിലാണ്. അതിന്റെയൊക്കെ വരും ദിവസങ്ങൾ പഠിക്കാനുണ്ട്. ഞാൻ വേഗത്തിൽ പറഞ്ഞു പോകണം. ഈ 5 നേട്ടങ്ങളാണ് മുഹറമിൽ അള്ളാഹു നമുക്ക് ഒരുക്കി വെച്ചിരിക്കുന്ന അത്ഭുതങ്ങളൊന്നും മറന്നു പോകാൻ പാടില്ല. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ എന്തൊക്കെ പറഞ്ഞ് മുഹറമിന്റെ മഹത്വം നമ്മൾ പറഞ്ഞു, ഈ ഉമ്മത്തിന് അള്ളാഹ് കൊടുത്ത 10 നേട്ടങ്ങളെ പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്ന ഒരു ദുആയാണ്. ഈ ദുആ മുഹറമിന്റെ 1 മുതൽ 10 വരെ 3 തവണ ഒരാൾ പാരായണം ചെയ്താൽ അവൻ ഒരു വർഷം റബ്ബിന്റെ കാവലിലായിരിക്കുമെന്ന് മഹാരഥന്മാരാകുന്ന പണ്ഡിതന്മാർ മുത്തുനബി തങ്ങളുടെ ഹദീസ് എടുത്ത് വെച്ചുകൊണ്ട് പഠിപ്പിച്ചു തരാം. മനസ്സിലാക്കണം. ഈ ഒരു ചെറിയ ദുആ കാണാതെ പഠിക്കണം. ഒന്ന് എഴുതി വെച്ചാൽ മതി, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ മതി. ഇവിടെ ഒരു 3 തവണ എപ്പോഴെങ്കിലും ദുഹർ കഴിഞ്ഞോ അസ്ർ കഴിഞ്ഞോ മഗ്രിബ് കഴിഞ്ഞോ ഈ മുഹറമിന്റെ 1 മുതൽ 10 വരെ ദിനരാത്രങ്ങൾ മുഴുവനും ചൊല്ലാൻ പറ്റുമെങ്കിൽ അങ്ങനെ. അതല്ല, മുഹറമിന്റെ ആദ്യ 10 ദിനരാത്രങ്ങൾ ഉമ്മ ഉപ്പ ഈ ദുആ നിങ്ങൾ 3 വട്ടം ചൊല്ലിയാൽ ഒരു വർഷത്തെ കാവൽ അല്ലാഹ് തരുമെന്ന് മഹാരഥന്മാർ അനുഭവങ്ങളിലൂടെ പഠിപ്പിക്കുകയാണ്. അള്ളാഹു അമൽ ചെയ്യാ ഭാഗ്യം തരട്ടെ. ഞാൻ വേഗം പറഞ്ഞു ഏതാണ് ദുആ? അതാണ് സ്ക്രീനിൽ കാണുന്നത്. അല്ലാഹുമ്മ അൻതൽ അബദിയു അൽ ഖദീമു അൽ അവ്വൽ വ അലാ ഫളിലിക്കൽ അലീം വജൂദിക വകറമിക്കൽ മുഅവ്വൽ വഹാദാ ആമുൻ ജദീദുൻ ഖദ് അഖ്ബൽ അസ്അലുകൽ ഇസ്മത ഫീഹി മിനശ് ശൈത്വാനി വഔലിയാഇഹി വൽ ഔന അലാ ഹാദിഹി നഫ്സിൽ അമ്മാറതി ബിസ്സൂഅ് വൽ ഇസ്തിഗാല ബിമാ യുഖർരിബുനി ഇലൈക സുൽഫാ. ഒന്നുകൂടി കേട്ടോ. അല്ലാഹുമ്മ അൻതൽ അബദിയുൽ ഖദീമുൽ അവ്വൽ വ അലാ ഫളിലിക്കൽ അലീം വജൂദിക വകറമിക്കൽ മുഅവ്വൽ വഹാദാ ആമുൻ ജദീദുൻ ഖദ് അഖ്ബൽ അസ്അലുകൽ ഇസ്മത ഫീഹി മിനശ് ശൈത്വാനി വഔലിയാഇഹി വൽ ഔന അലാ ഹാദിഹി നഫ്സിൽ അമ്മാറ ബിസ്സൂഅ് വൽ ഇസ്തിഗാല ബിമാ യുഖർരിബുനി ഇലൈക സുൽഫാ. 3 വട്ടം ചൊല്ലുക. പടച്ചവനെ, ഒരു പുതിയ വർഷത്തിലേക്ക് കടന്നു പോകണം. കഴിഞ്ഞ വർഷം ഒരുപാട് അപരാധങ്ങളൊക്കെ സംഭവിച്ചു, പുറത്തു തരണേ അല്ലാ. ഈ ഒരു വർഷം നിനക്കിഷ്ടപ്പെട്ട രീതി ജീവിക്കാൻ നീ ഭാഗ്യം തരണമെന്ന് അർത്ഥം വരുന്ന ഈ ദുആ 3 വട്ടം നമ്മൾ ചൊല്ലിയാൽ അള്ളാന്റെ കാവലിലായിരിക്കുമെന്നാണ്. പാഴാക്കല്ലേ എൻ്റെ ഉമ്മമാരെ, എൻ്റെ പ്രിയമുള്ളവരെ. പരിശുദ്ധമായ മുഹറം അള്ളാഹ് ആദരിച്ച മാസമാണ്. അള്ളാഹ് പറഞ്ഞത്, നിങ്ങൾ എന്ത് ചെയ്താൽ അക്സറു മിൻ സവാബില്ല, ഞാനാ നിങ്ങൾക്ക് പ്രതിഫലം തരുന്നേ. അതുപോലെ മുഹറമിൽ ഒരു തെറ്റ് ചെയ്താലും അള്ളയല്ലേ ശിക്ഷ തരിക. അള്ളാഹ് ആദരിച്ച മാസത്തിൽ ഹറാമുകളിലേക്ക് നമ്മൾ പോകാൻ പാടില്ല. നമ്മൾ കഴിഞ്ഞ കൊല്ലം ഒരുപാട് തെറ്റ് ചെയ്തു, അതൊക്കെ നമ്മൾ തൗബ ചെയ്ത് മടങ്ങണം. ഇസ്തിഗ്ഫാർ നമ്മൾ അധികരിപ്പിക്കണം. നമ്മൾ ഒരുപാട് ഇസ്തിഗ്ഫാർ അറിയാവുന്ന എന്തു ചില സയ്യിദുൽ ഇസ്തിഗ്ഫാർ ആകട്ടെ, ഞാൻ അതും അറിയില്ല, അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് നമ്മൾ പറയണം. ദിക്റുകൾ അധികരിപ്പിക്കുക. ഉമ്മമാരെ, കഴിഞ്ഞ വർഷം ഒരുപാട് നിസ്കാരം നമ്മൾ പാഴാക്കി. വേണ്ട, പുതിയ തീരുമാനങ്ങൾ എടുക്കുന്ന ഒരൊറ്റ നിസ്കാരം നമ്മൾ പാഴാക്കൂല. നിസ്കാരമൊക്കെ പാഴാക്കുക. അല്ലാഹ് വീട്ടിൽ നമ്മുടെ പുതിയൊരു ജീവിതമായി റബ്ബിലേക്ക് കൂടുതൽ അടുക്കാൻ കഴിയുന്നവരായി, അള്ളാഹുവിലേക്ക് കൂടുതൽ അടുത്ത് അള്ളാഹിന്റെ സ്വർഗ്ഗം കരഗതമാക്കുന്നവരാകാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം അനുഗ്രഹിക്കുമാറാകട്ടെ. കുറഞ്ഞ സമയം കൂടുതൽ കാര്യങ്ങൾ. ഒരു വർഷക്കാലമായി അൽഹംദുലില്ലാഹ്, നമ്മൾ ഒരേ വർഷങ്ങളായി അൽഹംദുലില്ലാഹ് നമ്മൾ ഈ ചാനലിലൂടെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ. ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമായില്ലേ? നമ്മളൊന്ന് കമന്റ് ചെയ്യണോട്ടാ. എത്രയോ കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റി. ഈ വോയിസ് ഓഫ് ഷഫീഖ് ബദരി എന്ന ചാനൽ കൊണ്ട് നിങ്ങൾക്ക് ഉപകാരം ഉണ്ടായോ, അത് വെറുതെ സമയം കളഞ്ഞോ? നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് കമന്റുകൾക്ക് മറുപടി തരാം. അള്ളാഹ് കബൂലാക്കട്ടെ. ഒരുപാട് ആളുകൾ കമന്റിലൂടെ ദുആ വസിയത്ത് അറിയിക്കുന്നുണ്ട്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. മറ്റൊരു കാര്യം കൂടി ഉണർത്താനുള്ളത്, ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ഈ വീഡിയോയുടെ ഈ ചാനലിൽ തന്നെ ഉച്ചയാകുമ്പോൾ ഒരു 360 ആയത്തുൽ കുർസി ഓതുന്ന ദിവസമല്ലേ നമ്മൾ ഓതി ദുആ ചെയ്ത ഒരു വീഡിയോ കൂടി നിങ്ങളിലേക്ക് വരും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഒരുമിച്ചിരുന്ന് ചൊല്ലുമ്പോൾ ളുഹർ കഴിഞ്ഞ് ഇൻഷാ അല്ലാഹ് ഒരുമിച്ചിരുന്ന് അങ്ങ് ചൊല്ലി ദുആ ചെയ്താൽ നമുക്ക് തെറ്റിപ്പോകാതെ ഓതാൻ കഴിയും. അതും കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഉച്ചയാകുമ്പോൾ നമ്മൾ ഈ ചാനലിലേക്ക് ആ വീഡിയോ അപ്ലോഡ് ആകും. അള്ളാഹ് കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. അതോടൊപ്പം നമ്മുടെ മറ്റൊരു ചാനലാണ് ബദറിൻ തീരം എന്നൊരു ചാനൽ, അതും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. മഹാന്മാരുടെ ചരിത്രങ്ങൾ പാടി പറയുന്ന ഒരു മജ്ലിസാണ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അതിലൂടെയും നിങ്ങൾക്ക് ഒരുപാട് അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കും. അള്ളാഹ് സ്വീകരിക്കുമാറാകട്ടെ. പുതിയൊരു അറിവുമായി വീണ്ടും കണ്ടുമുട്ടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.